ടു എൻട്രി ടെക്നിക്കൽ. സോ നിങ്ങളെല്ലാവരും KSEB സബ് എഞ്ചിനീയർ എക്സാമിനേഷന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. സോ നമുക്ക് എക്സാമിനേഷൻ റെലവൻ്റ് ആയിട്ട് നമുക്ക് സബ് എഞ്ചിനീയർ എക്സാമിനേഷന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ അറിയുന്നതിനായിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So question number 1. With the decrease in the strength of a permanent magnet. ശ്രദ്ധിക്കുക, ഒരു പെർമനന്റ് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദ ഇൻസുലേഷൻ മെഗർ, ഒരു ഇൻസുലേഷൻ മെഗറിനകത്ത് പെർമനന്റ് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഏജിങ് എന്തായിരിക്കും നമ്മുടെ മെഗറിന്റെ റീഡിങ് കാഴ്ചവെക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ മെഗറിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ആക്ച്വലി ഒരുപാട് തിയറീസ് അവൈലബിൾ ആണ് അല്ലേ. മെഗറിനകത്ത് നമുക്ക് കൺട്രോളിങ് ടോർക്ക്, അതായത് പൊട്ടൻഷ്യൽ കോയിലിന്റെ ഫീൽഡിനെ നെഗ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് സിസ്റ്റം വെക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. സോ നമുക്കിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഡിക്രീസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ പെർമനന്റ് മാഗ്നറ്റ് ഇൻ ഇൻസുലേഷൻ മെഗർ, അതായത് ബിന്റെ സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് നമുക്കറിയാം, നമ്മുടെ മെഗർ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് PMMC ടൈപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത് അല്ലേ. സോ നമുക്കറിയാം നമ്മുടെ മെഗറിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് D ഇൻറ്റു I ഇൻറ്റു A ഇൻറ്റു N പ്രപ്പോർഷണൽ തന്നെയായിരിക്കും. നോർമലി നമ്മളൊരു PMMC മീറ്റർ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണോ ഒരു PMMC മീറ്ററിൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേ സെയിം ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഗറിനകത്തും നമുക്ക് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കൺട്രോളിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ട് ഒരു പ്രഷർ കോയിൽ അവൈലബിൾ ആയിരിക്കും. സോ ഈ കേസ് ശ്രദ്ധിക്കുക, വാല്യൂ ഓഫ് ബി റെഡ്യൂസ് ചെയ്യുന്നു അല്ലേ. ദ വാല്യൂ ഓഫ് ബി ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ആ ബി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ടോട്ടൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വിൽ ബി റെഡ്യൂസ്ഡ്. ദ ടോട്ടൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് വിൽ ബി റെഡ്യൂസ്ഡ്. സോ അങ്ങനെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദ മെഗർ റീഡിംഗ് വിൽ ബി ലോവർ ദാൻ ദി ആക്ച്വൽ. എന്താണ്, ദ വാല്യൂ ഓഫ് മെഗർ റീഡിംഗ് ഈസ് ഗോയിങ് ടു ബി ലോവർ ദാൻ ദി ആക്ച്വൽ. സോ ഇതാണ്. അതുകൂടാതെ തന്നെ മെഗറിനെ പറ്റി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈസി ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മെഗറിന്റെ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് എ മെഗർ. ഇതൊക്കെ സ്ഥിരമായിട്ട് കേരള PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 150 RPM. അതോടൊപ്പം തന്നെ മെഗർ രണ്ട് ടൈപ്പ് ഉണ്ട്. എർത്ത് മെഗർ ഉണ്ട്, ഇൻസുലേഷൻ മെഗറും ഉണ്ട്. ഇൻസുലേഷൻ മെഗർ 500 വോൾട്ടിനും 1000 വോൾട്ടിനും ഉണ്ട്. സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഫോർ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A static combination of control coil and a compensating coil. ശ്രദ്ധിക്കുക, ഒരു കൺട്രോൾ കോയിലും ഒരു കോമ്പൻസേറ്റിംഗ് കോയിലിൻ്റെയും സ്റ്റാറ്റിക് കോമ്പിനേഷൻ നമ്മൾ മെഗറിൽ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ് നമ്മൾ മെഗറിനകത്ത് ഈ കൺട്രോൾ കോയിലിൻ്റെയും കോമ്പൻസേറ്റിംഗ് കോയിലിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം മെഗറിൻ്റെ ബേസിക് വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാം. മെഗറിനകത്ത് രണ്ട് കോയിൽ ഉണ്ടാവും. ആ രണ്ട് കോയിലും എന്താണ്, ക്വാഡ്രേച്ചറിലായിരിക്കും. ഡിഫ്ലക്റ്റിംഗ് സംഭവിക്കുന്ന കോയിൽ, there will be a deflection in one coil അല്ലേ. സോ ദാറ്റ് കോയിൽ വിൽ ഗീവ് യു സം വാല്യൂ. ദാറ്റ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഒരു മീറ്ററിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ആ മീറ്ററിൽ നമുക്ക് ഫൈനൽ വാല്യൂ കാണാം. ഇതിനെ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് മെഗറിനകത്ത് നമ്മളൊരു പൊട്ടൻഷ്യൽ കോയിൽ വയ്ക്കും. സോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ കോയിൽ വിൽ പ്രൊഡ്യൂസ് ദ കൗണ്ടർ ടോർക്ക് അല്ലേ. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഈക്വലന്റ് ഓപ്പോസിറ്റിലായിട്ട് ഒരു കൗണ്ടർ ടോർക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ കോയിൽ ഡെവലപ്പ് ചെയ്യും ഇൻ ദ കേസ് ഓഫ് എ മെഗർ. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പൊട്ടൻഷ്യൽ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും വിച്ച് ഈസ് യൂസ്ലെസ്. നമുക്ക് പൊട്ടൻഷ്യൽ കോയിലിന്റെ ഡിഫ്ലക്ഷൻ മാത്രം മതി അല്ലേ. നമുക്ക് ആ ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കോയിലിന്റെ ഡിഫ്ലക്ഷൻ മാത്രമാണ് നമുക്ക് ആവശ്യം. നമുക്ക് അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വി ആർ പ്രൊവൈഡിങ് എ കോമ്പൻസേറ്റിംഗ് കോയിൽ. നമ്മളൊരു കോമ്പൻസേറ്റിംഗ് കോയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഈ കോമ്പൻസേറ്റിംഗ് കോയിൽ അറ്റാച്ച് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെഡ്യൂസ് ദ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ സ്റ്റാറ്റിക് കോമ്പിനേഷൻ ഓഫ് കൺട്രോൾ കോയിലും കോമ്പൻസേറ്റിംഗ് കോയിലും നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഇത് നിങ്ങളുടെ ബേസിക് വർക്കിംഗ് ഓഫ് മെഗർ നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്.
So here we have to make use of a static combination to reduce the effect of stray magnetic field. Okay, next question. In figure, D is an ideal diode. ശ്രദ്ധിക്കുക, ഇതുപോലത്തുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇലക്ട്രോണിക്സ് പോർഷനിൽ നിന്നും എക്സ്പെക്ട് ചെയ്താൽ മതി. ഇഫ് ദി RMS വാല്യൂ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 50 വോൾട്ട്. ശ്രദ്ധിക്കുക, ഒരു സിമ്പിൾ സർക്യൂട്ടാണ് അല്ലേ? ഈ സർക്യൂട്ടിനകത്ത് ഒരു ഡയോഡ് പ്രസന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ 100 ഓം. അറ്റ് ദ സെയിം ടൈം വി ഹാവ് എ 100 ഓം ഇൻ പാരലൽ ടു ദ ഡയോഡ്. സപ്ലൈ എന്ന് പറയുന്നത് ഇഫ് ദ RMS വാല്യൂ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 50 വോൾട്ട്. ഓക്കെ, സൈനസോയിഡിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് പ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് അവർ സപ്ലൈ വോൾട്ടേജ്. RMS വാല്യൂ ഇസ് 50 വോൾട്ട്. ഓക്കെ, RMS വാല്യൂ ഇസ് 50 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ RMS കറണ്ട് ത്രൂ ദ 100 ഓം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ RMS വാല്യൂ ഓഫ് ദ കറണ്ട് ത്രൂ ദ 100 ഓം? ശ്രദ്ധിക്കുക, ഞാൻ ഇതൊരു പോസിറ്റീവ് സൈക്കിളാക്കി എടുത്തു എന്ന് വിചാരിക്കുക. ഇതൊരു പോസിറ്റീവ് സൈക്കിളാക്കി ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് ദിസ് ബി മൈ പോസിറ്റീവ് സൈക്കിൾ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതൊരു റെഫറൻസ് ഫിക്സ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, സോ ഈ റെഫറൻസ് നോക്കുക. ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദർ ഇസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഡയോഡ്. During the positive half cycle, there is no current flowing through the diode. So I is equal to 0. Sorry, during the positive half cycle, there is no current flowing through the resistor. So current I is equal to 0. During the negative half cycle, during the negative half cycle, the diode D will be reverse biased. So അതുകൊണ്ട് തന്നെ ഈ സപ്ലൈയിൽ നിന്നും എമർജ് ചെയ്യുന്ന കറണ്ട് ഡയോഡിൽ ആനോഡ് ടു കാഥോഡ്, ഐ മീൻ ഡയോഡിനകത്ത് കാഥോഡ് ടു ആനോഡ് കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല അല്ലേ? സോ ദ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ 100 ഓം റെസിസ്റ്റർ. സോ നമ്മുടെ റെഫറൻസ് ഇതാണ്. എൻ്റെ ഐ എന്ന് പറഞ്ഞ റെഫറൻസ് ഞാൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ കറണ്ട് ഐ? കറണ്ട് ഐ വിൽ ബി എന്താണ്? ദിസ് ഇസ് ഗോയിങ് ടു ബി ദ വാല്യൂ ഓഫ് കറണ്ട് ഐ. ഐ ഇസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. സോ ഇതാണ് എൻ്റെ കറണ്ടിൻ്റെ വേവ് ഫോം അക്രോസ് ദ 100 ഓം എന്ന് പറയുന്നത്. സോ ശ്രദ്ധിക്കുക, വോൾട്ടേജ് ഇസ് 50 വോൾട്ട്. RMS വാല്യൂ ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 50 വോൾട്ട് അല്ലേ? സോ വി ഇൻപുട്ട് ഇസ് 50 വോൾട്ട്. വി RMS ഓഫ് ദ ഇൻപുട്ട്. സി ഇൻപുട്ട് ഇതാണെന്ന് വിചാരിക്കുക. ഇൻപുട്ടിൻ്റെ ഡിവൈഡഡ് ബൈ √2 ചെയ്താലാണ് നമുക്ക് വി ഇൻപുട്ട് RMS കിട്ടുന്നത് അല്ലേ? അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ ഔട്ട്പുട്ടിലെ കറണ്ടിനും സെയിം പാറ്റേൺ തന്നെയായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, കറണ്ട് വിൽ ഓൾസോ ബി വോൾട്ടേജ് വിൽ ബി ഓൾസോ ഹാവിംഗ് ദ സെയിം പാറ്റേൺ. സോ വി ഔട്ട്പുട്ട് RMS എന്താണ്? ഈ വി ഇൻപുട്ട് RMSനെ വീണ്ടും ഡിവൈഡഡ് ബൈ √2 ചെയ്യേണ്ടി വരുന്നു അല്ലേ? വി ഇൻപുട്ട് RMSനെ, ഐ മീൻ ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള RMSനെ വീണ്ടും ഡിവൈഡഡ് ബൈ √2 ചെയ്യണം. സോ ടോട്ടലി യു വിൽ ബി ഹാവിംഗ് ഡിവൈഡഡ് ബൈ 2. എത്രയാണ്? യു വിൽ ബി ഹാവിംഗ് ഡിവൈഡഡ് ബൈ 2. സോ 50 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന 25 വോൾട്ട് ആണ്. ആക്ച്വലി എന്ത് 25 വോൾട്ട് ആണ് നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് പ്രസന്റ് ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, ഒന്നും കൂടെ പറയാം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? RMS വാല്യൂ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇസ് 50 വോൾട്ട്. സോ 50, ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഇതിൻ്റെ വി ഇൻപുട്ട് RMS എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 50 വോൾട്ട്. വി ഇൻപുട്ട് RMS എന്ന് പറയുന്നത് 50 വോൾട്ട്. വി ഇൻപുട്ട് RMS എന്ന് പറഞ്ഞാൽ വി മാക്സ് ഡിവൈഡഡ് ബൈ √2. ഇതൊക്കെ ജസ്റ്റ് ബേസിക് നോളജ് ആണ്. സോ നമുക്ക് ഈ RMSൻ്റെ മൊത്തം RMSൻ്റെ ഹാഫ് മാത്രമേ നമുക്ക് എവിടെ വരത്തുള്ളൂ? ഈ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആയിട്ട് വരത്തുള്ളൂ. സോ RMS വാല്യൂ ഇസ് 25 വോൾട്ട്. എന്താണ്? RMS വാല്യൂ ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ദ RMS വാല്യൂ ഓഫ് ദ വോൾട്ടേജ് അക്രോസ് ഈസ് ഗിവൺ ബൈ എന്താണ്? ഇറ്റ് വിൽ ബി ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ്. സോ ശ്രദ്ധിക്കുക, സുഹൃത്തുക്കളെ, നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആൻസർ വിൽ ബി എത്രയാണ്? ആൻസർ ഇസ് ഗോയിങ് ടു ബി 0.5 ഡിവൈഡഡ് ബൈ നമുക്ക് √2 എന്ന് വരും. ആൻസർ ഇസ് ഗോയിങ് ടു ബി, ദൃശ്യ സർ 0.5 പറഞ്ഞു, ആൻസർ ഷുഡ് ബി 0.5 ഡിവൈഡഡ് ബൈ √2 അല്ലേ? ആൻസർ ഷുഡ് ബി 0.5 ഡിവൈഡഡ് ബൈ √2. അശ്വിൻ ലോറൻസ് ആൻസർ സി. ആക്ച്വലി 0.5 ഡിവൈഡഡ് ബൈ √2 വരണം അല്ലേ? ആൻസർ ഷുഡ് ബി 0.5 ഡിവൈഡഡ് ബൈ √2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഗർ ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ്. നമുക്കറിയാം മെഗർ ഇസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. മെഗർ എന്താണ്? ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റ്സിനാണ് അല്ലേ? മെഗർ കൂടാതെ നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഹൈ റെസിസ്റ്റൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ലോസ് ഓഫ് ചാർജ് മെത്തേഡ്.
അതൊരു ടൈപ്പ് ഓഫ് മെത്തേഡാണ്. ലോസ് ഓഫ് ചാർജ് മെത്തേഡ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. അതുകൂടാതെ തന്നെ നമുക്ക് എന്താണ് ഹൈ റെസിസ്റ്റൻസ്, ഓക്കെ, ഈ രണ്ട് മെത്തേഡാണ് മെയിൻലി ഹൈ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്. മീഡിയം റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. വോൾട്ട് മീറ്റർ, അമ്മീറ്റർ മെത്തേഡ്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ്, ഇതെല്ലാം മീഡിയം റെസിസ്റ്റൻസ് മെഷർമെൻറ്റിനകത്ത് വരും. ദെൻ വി ഹാവ് ലോ റെസിസ്റ്റൻസ്. ബേസിക്കലി നമ്മൾ എന്താണ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ശരി, നമ്മുടെ ആൻസർ എന്താണ്? മെഗർ ഇസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഹൈ റെസിസ്റ്റൻസ്. മാച്ച് ദ ഐറ്റംസ് ഗിവൺ ഇൻ ലിസ്റ്റ് 1 ആൻഡ് ദോസ് ഇൻ ദ ലിസ്റ്റ് 2. എന്തൊക്കെയാണ് ഐറ്റംസ്? ലിസ്റ്റ് 1-നകത്ത് നമുക്ക് മെറ്റീരിയലും ലിസ്റ്റ് 2-നകത്ത് നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസുമാണ് തന്നിട്ടുള്ളത് അല്ലേ? സോ ഇത് നമുക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യാം? ശ്രദ്ധിക്കുക. ഫസ്റ്റ് വി ഹാവ് അലുമിനിയം, മാഗ്നറ്റിൻ ആൻഡ് കാർബൺ. ആപ്ലിക്കേഷൻ ലെവലിൽ ആലോചിക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ലെവലിൽ ശ്രദ്ധിക്കുക. മാഗ്നറ്റിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രിസിഷൻ റെസിസ്റ്റേഴ്സിനാണ് മെയിൻലി മാഗ്നറ്റിൻ യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി നിങ്ങളുടെ മെഷർമെൻറ്റ്സിനകത്ത് നിങ്ങളെ റേഞ്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഷണ്ടായിട്ട് കളക്ട് ചെയ്യുന്ന എലമെൻ്റ് ആണ് യൂഷ്വലി മാഗ്നറ്റിനൊക്കെ വരിക. സോ ഈ മാഗ്നറ്റിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, അതായത് ടെമ്പറേച്ചർ മാറുമ്പോൾ എത്രത്തോളം റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആക്ച്വലി മാഗ്നറ്റിൻ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അതുകൊണ്ട് പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് റെസിസ്റ്റൻസിന്റെ മാറ്റം വളരെ കുറവായിരിക്കും. സോ മാഗ്നറ്റിൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഓക്കെ, മാഗ്നറ്റിൻ എന്ന് പറയുന്ന നെഗ്ലിജിബിളി സ്മോൾ ആണ്. ഓക്കെ, ആൻസർ പറയുന്നുണ്ട് എല്ലാവരും. ആൻസർ ഈസ് ഓപ്ഷൻ ബി. നമുക്ക് നോക്കാം. അലുമിനിയം നോക്കാം. അലുമിനിയം ഈസ് എ മെറ്റൽ. അലുമിനിയം ഈസ് ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അതോടൊപ്പം തന്നെ കാർബൺ ഈസ് ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ലേ? കാർബൺ ഈസ് ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അലുമിനിയം ഈസ് ഹാവിങ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. കാർബൺ നമ്മൾ ബേസിക്കലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? DC മെഷീൻസിനകത്ത് നമ്മൾ കാർബണിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാണാറുണ്ട് അല്ലേ? ബ്രഷസ്, അതിൻ്റെ ഹൈ റെസിസ്റ്റീവ് പ്രോപ്പർട്ടി കാരണം നമ്മൾ കാർബൺ യൂസ് ചെയ്യാറുണ്ട്. അവിടെയാണ് നമ്മൾ ഈ മൊത്തം ഇലക്ട്രിക്കൽ മെഷീൻസിനകത്ത് കാർബണിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നത്. ബ്രഷസ് നമുക്ക് കോപ്പർ യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി നല്ലത്. നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എല്ലാം കോപ്പർ ബേസ്ഡ് ആണ്. പക്ഷേ നമ്മൾ അവിടെ കാർബൺ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് എ ഹയർ റെസിസ്റ്റൻസ് വെൻ കമ്പയർഡ് ടു കോപ്പർ. കോപ്പർ യൂസ് ചെയ്യുന്നതിനേക്കാളും ഹയർ റെസിസ്റ്റൻസ് ആണ് കാർബൺ നൽകുന്നത് അല്ലേ? പക്ഷേ എങ്കിൽ പോലും നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സിന്റെ പുറത്ത് കറണ്ട് കളക്ട് ചെയ്യാൻ കാർബൺ ബ്രഷസ് യൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹൈ റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കാരണം നമ്മുടെ കോയിൽ അണ്ടർഗോയിങ് കമ്മ്യൂട്ടേഷൻ, ഒരു കോയിൽ ഉണ്ടാവും, ആ കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് റിവേഴ്സ് ആവുന്നതാണല്ലോ കമ്മ്യൂട്ടേഷൻ. അങ്ങനെ റിവേഴ്സ് ആവുന്ന സമയത്ത്, കറണ്ട് റിവേഴ്സ് ആവുന്ന സമയത്ത് ഒരു റിയാക്റ്റൻസ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ റിയാക്റ്റൻസ് വോൾട്ടേജ് കാരണം ആണ് ആ കറണ്ട് റിവേഴ്സൽ പ്രോപ്പറായിട്ട് നടക്കാതെ ഡിലേഡ് കമ്മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. സോ ആ കറണ്ട് റിവേഴ്സൽ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് ബ്രഷസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ആ എയർ ഗ്യാപ്പിലൂടെ സ്പാർക്കിംഗ്, ബ്രഷിൻ്റെ ട്രെയിലിംഗ് ടിപ്പിലാണ് ജനറേറ്ററിൽ സ്പാർക്കിംഗ് നടക്കുന്നത്. ആ സ്പാർക്കിംഗ് നടക്കാൻ കാരണം നേരത്തെ ബ്രഷസ് കോപ്പർ ആയതുകൊണ്ട്, ഹൈ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ എയർ ഗ്യാപ്പ് വരുമ്പോൾ, ഇവിടെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ഉണ്ടാവും, ഇടയ്ക്ക് ചെറിയ എയർ ഗ്യാപ്പ് വരുമ്പോൾ എയർ ഗ്യാപ്പ് മാഗ്നറ്റൈസ് ചെയ്ത് ഈ കറണ്ട് ഇതുവഴി അങ്ങ് ഫ്ലോ ചെയ്യും. നേരെ മറിച്ച് കാർബൺ ബ്രഷസ് യൂസ് ചെയ്താലോ നമുക്ക് ഈ കറണ്ട് എന്ന് പറയുന്നത് കാർബൺ ഹൈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതുവഴി ഫ്ലോ ചെയ്യേണ്ട, എയർ ഗ്യാപ്പ് വഴി സ്പാർക്കായി ഫ്ലോ ചെയ്യേണ്ട കറണ്ട് നേരെ തിരിച്ച് നമ്മുടെ കോയിലിൽ കൂടെ തന്നെ ഫ്ലോ ചെയ്യും. സോ അതാണ് മെയിനായിട്ട് കാർബണിൻ്റെ പ്രോപ്പർട്ടി. അതോടൊപ്പം തന്നെ കാർബണ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റ് ആവുന്നതും വേറെ ടയറും ഒക്കെ നമ്മുടെ കാർബൺ ആണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ അലുമിനിയം ഈസ് ഹാവിങ് എ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ, കാർബൺ ഈസ് ഹാവിങ് എ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ, മാഗ്നറ്റിൻ എന്ന് പറയുന്നത് പ്രിസിഷൻ റെസിസ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി അല്ലേ? ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി. ഓക്കെ, 6th ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. an AC സപ്ലൈ ഓഫ് 230 വോൾട്ട്. AC സപ്ലൈ തന്നിട്ടുണ്ട്. AC സപ്ലൈ ഓഫ് 230 വോൾട്ട്. ഓക്കെ, 230 വോൾട്ട് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ദാറ്റ് ഷുഡ് ബി RMS. is applied to a half wave rectifier.
ത്രൂ എ ട്രാൻസ്ഫോമർ ഓഫ് ടേൺസ് റേഷ്യോ 10:1. ശ്രദ്ധിക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ ഒരു ട്രാൻസ്ഫോമർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ 10:1 ആകുന്നു. ഈ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ ഇസ് 10:1. ഡിറ്റർമൈൻ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അക്രോസ് ദി ഡയോഡ്. ഡയോഡിന് അക്രോസ് ഉള്ള പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എത്ര എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നമുക്ക് എങ്ങനെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം ഡയോഡിന് അക്രോസ്? ആക്ച്വലി എന്താണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പറയാം. സോ നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷനുണ്ട്. നമുക്കൊരു ആപ്ലിക്കേഷനകത്ത് നമുക്കൊരു ഡയോഡ് യൂസ് ചെയ്യണം. സോ നമ്മളുടെ ആക്ച്വലി ഡയോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡയോഡ് ഷുഡ് ബ്ലോക്ക്. ഡയോഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജിൽ കണ്ടക്ട് ചെയ്യത്തില്ല എന്നുള്ളതാണ്. സോ ആ പ്രോപ്പർട്ടി റിക്വയർഡ് ആയിട്ട് വരുന്ന ആപ്ലിക്കേഷൻ ബേസ്ഡ് സർക്യൂട്ട്സിൽ ഡയോഡ് യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഡയോഡിന് റിവേഴ്സ് വോൾട്ടേജ്, അതായത് ഇതൊരു ഡയോഡാണെങ്കിൽ ഇത് കാഥോഡും ഇത് ആനോഡും ആയിരിക്കും. കാഥോഡ് പോസിറ്റീവും ആനോഡ് നെഗറ്റീവും ആയി വരുന്ന കേസാണ് ഈ റിവേഴ്സ് വോൾട്ടേജ്. സോ ഇത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ലെവലുണ്ട്. ആ ഒരു ലെവലിന് മുകളിൽ ഇത് വന്നു കഴിഞ്ഞാൽ ദ ഡയോഡ് വിൽ ബ്രേക്ക് ഡൗൺ. എന്താണ്? ദ ഡയോഡ് ഈസ് ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോട്ട് ക്ലിയർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. സോ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ. ഓക്കെ, ഈ ഡയോഡിന് അക്രോസ് വരുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ്, ആ റിവേഴ്സ് വോൾട്ടേജ് ഈ ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കണം. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന, നോർമലി നമ്മളൊരു ഡയോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയോഡിൻ്റെ പീക്കിൽ വരുന്ന ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് നേരെ തിരിച്ച്, അതായത് കാഥോഡ് പോസിറ്റീവും ആനോഡ് നെഗറ്റീവും എന്നുള്ള കേസിൽ വരുന്ന വോൾട്ടേജിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ സർക്യൂട്ടിൽ വരാൻ പറ്റുന്ന പീക്ക് വാല്യൂവിനേക്കാളും യൂഷ്വലി 1.5 to 2 times ഹയർ ആയിരിക്കണം എന്നാണ്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമൈൻ ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് അക്രോസ് ദ ഡയോഡ്. എന്തായിരിക്കും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്? ഇവിടെ 230 വോൾട്ട്, ദിസ് ഇസ് എൻ ആർ എം എസ് ആയതുകൊണ്ട് തന്നെ 10:1 റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഈ V2 അക്രോസ് 23 വോൾട്ട് ആണ് കിട്ടാൻ പോകുന്നത്, അല്ലേ? ഈ 10 നിന്ന് 1 കൺവേർട്ട് ചെയ്യാൻ മീൻസ് നമ്മുടെ V2 എന്തായിരിക്കും? V2 is going to be 230 divided by 10, which is equal to 23 volt. നിങ്ങൾ ഒരേ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, this 23 is an RMS value. Peak inverse voltage is measured in maximum value. So ശ്രദ്ധിക്കുക, when V2, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സപ്ലൈ വരുമ്പോൾ താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവും വന്നാൽ ഡയോഡ് is having a reverse voltage. സോ മാക്സിമം വരാമെന്നുള്ള RMS വാല്യൂസ് 23 വോൾട്ട്. PIV റേറ്റിംഗ് ഓഫ് ദ ഡയോഡ് ഷുഡ് ബി മിനിമം എന്താണ്? 23√2. ആൻസർ എന്താണ്? ആൻസർ ഇസ് ഗോയിങ് ടു ബി 23 into √2. സോ 23 into √2 എന്ന് പറയുമ്പോൾ √2 എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, √2 is 1.414 അല്ലേ? 23 into 1.414 is slightly lesser than 1.5. So 23 into 1.5 എന്ന് പറയുമ്പോൾ 23 plus 23/2 ആണ് 1.5. 23/2 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് 11.5 അല്ലേ? 11.5. സോ 23 plus 11.5 എന്ന് പറയുമ്പോൾ 34.5. സോ വി ഹാവ് ടു ഗെറ്റ് an answer which is slightly lesser than. We have to get an answer which is slightly lesser than എന്താണ്? 34.5. ആൻസർ ഈസ് എന്താണ്? 32.5. ശരി, നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഇൻ സ്വിൻബേൺസ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് DC മെഷീൻ, the shunt machine is run as. സ്വിൻബേൺസ് ടെസ്റ്റിനെ ബേസ് ചെയ്ത് കാൽക്കുലേഷൻ ഒക്കെ ചോദിക്കാനാണെങ്കിൽ കുറച്ച് ടൈറ്റ് ആയി പോകും. ഇങ്ങനത്തെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. സ്വിൻബേൺസ് മെത്തേഡ് ഓഫ് ടെസ്റ്റിങ്ങിനകത്ത് ഷണ്ട് മെഷീൻ എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഷണ്ട് മെഷീൻ ആക്ച്വലി എന്താണ് സ്വിൻബേൺസ് ടെസ്റ്റ് എന്ന് ശ്രദ്ധിക്കുക. ഈ ടെസ്റ്റ് അല്ല, നമ്മൾ എഫിഷ്യൻസി പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദിസ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ predetermination ഓഫ് എഫിഷ്യൻസി. അതായത് ആക്ച്വലി ലോഡ് ചെയ്യാതെ തന്നെ ലോഡഡ് കണ്ടീഷനിലെ എഫിഷ്യൻസിയും കാര്യങ്ങളും പ്രീ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിൻബേൺസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ശ്രദ്ധിക്കുക, ഓക്കെ, ക്വസ്റ്റ്യൻസ് റീഡബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ സ്വിൻബേൺസ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് DC മെഷീൻസ് ദ ഷണ്ട് മെഷീൻ ഈസ് റൺ as ഓപ്ഷൻ എ മോട്ടോർ അറ്റ് ഫുൾ ലോഡ് അറ്റ് റേറ്റഡ് സ്പീഡ് ആൻഡ് റേറ്റഡ് വോൾട്ടേജ്. ഓപ്ഷൻ ബി ജനറേറ്റർ അറ്റ് ഫുൾ ലോഡ്. ശ്രദ്ധിക്കുക, സ്വിൻബേൺസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നോ ലോഡ് ടെസ്റ്റ്. ഓക്കെ, നോ ലോഡ് ടെസ്റ്റ്, നോ ലോഡ് ടെസ്റ്റ് ആണ്. എഫിഷ്യൻസി നമ്മൾ ലോഡ് ചെയ്യാണ്ട് തന്നെ എഫിഷ്യൻസി കർവ് വരയ്ക്കുന്ന ഒരു ടെസ്റ്റാണ് സ്വിൻബേൺസ് ടെസ്റ്റ്. സോ ഇറ്റ് ഈസ് റണ്ണിങ് ആസ് എ നോ ലോഡ് മെഷീൻ ആൻഡ് ഇറ്റ് ഈസ് റൺ ആസ് എ മോട്ടോർ. ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് റൺ ആസ് എ മോട്ടോർ. So answer is option D. So it is a predetermination test running at no load. Rated condition നമ്മൾ റൺ ചെയ്ത് അതിൻ്റെ നോ ലോഡ് ലോസസ് ആദ്യമേ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കി നമ്മൾ എക്സ്കലേറ്റ് ചെയ്യും. അതായത് ഫുൾ ലോഡ് കണ്ടീഷൻസിൽ എന്തായിരിക്കും കോപ്പർ ലോസ് എന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ദ ഫൈനൽ ആൻസർ അല്ലേ. എന്താണ് കോപ്പർ ലോസ് എന്നും കൂടെ അല്ലെങ്കിൽ വേരിയബിൾ ലോസ് എന്നും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദെൻ എവറിത്തിങ് ഈസ് ഓവർ. എഫിഷ്യൻസി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. റേറ്റഡ് കണ്ടീഷനിലെ ഔട്ട്പുട്ട് നമുക്ക് അറിയായിരിക്കും. Output plus losses will give you the input. Output by input will give you the efficiency. So constant loss കിട്ടും, വേരിയബിൾ ലോസ് നമുക്ക് വൺസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കറണ്ടിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്സ്കലേറ്റ് ചെയ്ത് കോപ്പർ ലോസ് ഓൾ ദ ഡിഫറെൻറ്റ് ലോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആൻസർ ഈസ് ഓക്കെ. കാൺട്ട് റീഡ് ക്വസ്റ്റ്യൻസ് അല്ലേ. സോ ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ മാനുവലി റീഡ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കുക. The brushes of a DC machine should be physically placed on the. എവിടെയാണ് നമ്മൾ DC മെഷീൻ്റെ ബ്രഷസ് ഫിസിക്കലി പ്ലേസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആർമേച്ചർ ഇൻ ദ പോളാർ ആക്സിസ്. ഓപ്ഷൻ ബി ആർമേച്ചർ ഇൻ ദ ഇന്റർപോളാർ ആക്സിസ്. ഓപ്ഷൻ സി കമ്മ്യൂട്ടേറ്റർ ഇൻ ദ പോളാർ ആക്സിസ്. ആൻഡ് ഓപ്ഷൻ ഡി വി ഹാവ് കമ്മ്യൂട്ടേറ്റർ ഓൺ ദ ഇന്റർപോളാർ ആക്സിസ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഫിസിക്കലി പ്ലേസ്ഡ് ഓൺ ആർമേച്ചർ. എന്താണ്? ഇറ്റ് ഷുഡ് ബി ഫിസിക്കലി പ്ലേസ്ഡ് ഓൺ ദ ആർമേച്ചർ ഇൻ ദ ഇന്റർപോളാർ. ഇറ്റ് ഷുഡ് ബി ഫിസിക്കലി പ്ലേസ്ഡ് ഓൺ ദ ആർമേച്ചർ ഇൻ ദ ഇന്റർപോളാർ ആക്സിസ്. കമ്മ്യൂട്ടേറ്ററിൽ നമ്മൾ ഇന്റർപോളാർ ആക്സിസിലാണ് ആക്ച്വലി ബ്രഷസ് വെക്കാനുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ബ്രഷസ് ഇന്റർപോളാർ ആക്സിസിൽ വെക്കുന്നത്? ഇന്റർപോളാർ ആക്സിസിലാണ് ആക്ച്വലി മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഞാൻ ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബ്രഷസിനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ, എലോങ് ദ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. സോ ഞാൻ പറയുന്നു ആ മെഷീനകത്ത് തൽക്കാലം കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്ങും ഇന്റർപോൾസും എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്താണ് ആർമേച്ചർ റിയാക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ നമ്മൾ ബ്രഷസ് എവിടെയാണ് വെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഇന്റർപോളാർ ആക്സിസ്. ഓക്കെ, ബ്രഷസ് ആർ പ്ലേസ്ഡ് ഓൺ ദ ഇന്റർപോളാർ ആക്സിസ്. DC മെഷീൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോള്. ദിസ് ഇസ് ദ ഇന്റർപോളാർ ആക്സിസ്. ഇവിടെ നമുക്ക് ആർമേച്ചർ പ്രസന്റ് ആയിട്ടുണ്ടാവും, ആൻഡ് ഹിയർ വി വിൽ ബി ഹാവിങ് ബ്രഷസ്, ആൻഡ് ഹിയർ വി വിൽ ബി ഹാവിങ് ദ ബ്രഷസ്. കമ്മ്യൂട്ടേറ്ററിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഇൻ ദ കേസ് ഓഫ് എ DC മെഷീൻ കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ക്വസ്റ്റ്യൻ ഫിസിക്കലി എവിടെയാണ് എക്സാക്ട്ലി പ്ലേസ് ചെയ്യുന്നതെന്നാണ്. ആക്ച്വലി അത് ആർമേച്ചറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ആക്ച്വലി പ്ലേസ്ഡ് ഇൻ ദ ആർമേച്ചർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ആൻസർ ഈസ് എന്താണ്? ഓപ്ഷൻ ബി. ഓപ്ഷൻ സി പറയുന്നുണ്ട് പോളാർ ആക്സിസിലല്ല, ആക്ച്വലി ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ എന്താണ് ഇന്റർപോളാർ ആക്സിസ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓട്ടോ ട്രാൻസ്ഫോമർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. നോക്കിക്കളയാം. ഒരു 20 kVA 2000/200 volt 2 winding transformer. ഓക്കെ, when used as an auto transformer with a constant voltage source of 2000 volt is capable of handling 20 kVA. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് ഇറ്റ് ഈസ് 20 kVA 2000/200 volt 2 winding ട്രാൻസ്ഫോമർ ആണ്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് യൂസ് ചെയ്യാൻ പോവാണ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ് ഓഫ് 2000 volt. എത്രയായിരിക്കും അതിൻ്റെ പുതിയ KVA റേറ്റിംഗ് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ അഡിറ്റീവ് പൊളാരിറ്റി യൂസ് ചെയ്യാം, അറ്റ് ദ സെയിം ടൈം നമുക്ക് സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയും യൂസ് ചെയ്യാം. ബേസിക് ഫോർമുലാസും ഇതിന് അവൈലബിൾ ആണ്. സോ കഴിയുന്നത് നിങ്ങൾ ഓട്ടോ ട്രാൻസ്ഫോമറിനകത്ത് ഫോർമുലാസ് യൂസ് ചെയ്യാതെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതൊരു ഞാനൊരു അഡിറ്റീവ് പൊളാരിറ്റി ആക്കി മാറ്റുന്നതിന് മുന്നേ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആദ്യം ട്രാൻസ്ഫോമറിനെ നമ്മൾ വരയ്ക്കുക. ദിസ് ഈസ് എ
20 KVA ട്രാൻസ്ഫോമർ. പ്രൈമറി സൈഡിൽ 2000 വോൾട്ട്, സെക്കൻഡറി സൈഡിൽ 200 വോൾട്ട്. ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ആക്ഷൻ മൈൻഡിൽ ഉണ്ടാവണം, അതായത് ഡോട്ട് കൺവെൻഷൻ. പ്രൈമറി വൈൻഡിങ്ങിൽ ഡോട്ടിലൂടെ കറണ്ട് എൻ്റർ ചെയ്താൽ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഡോട്ടിലൂടെ കറണ്ട് ലീവ് ചെയ്യും. ദിസ് ഈസ് പ്രൈമറി, ദിസ് ഈസ് സെക്കൻഡറി. എങ്കിൽ മാത്രമേ ഓപ്പോസിങ് ഫ്ലക്സ് നേച്ചർ വരൂ, എങ്കിൽ മാത്രമേ കോറിൽ ആ ഫ്ലക്സ് ലോഡ് ചെയ്യുമ്പോൾ ഫ്ലക്സ് കുറയുന്ന ടെൻഡൻസിനെ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൈമറിയിൽ നിന്ന് കൂടുതൽ ഫ്ലക്സ് ഡ്രോ ചെയ്യത്തുള്ളൂ, കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്ത് ഫ്ലക്സ് റൈസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈമറി കറണ്ട്? പ്രൈമറിയിലെ കറണ്ട് എന്തായിരിക്കും? അതായത് 2000 വോൾട്ട് വൈൻഡിങ്ങിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 20 KVA ഡിവൈഡഡ് ബൈ 2000 അല്ലേ? എത്രയാണ് 20 KVA ഡിവൈഡഡ് ബൈ 2000? 20,000 ഡിവൈഡഡ് ബൈ 2000 എത്രയാണ് വരുന്നത്? ആൻസർ ഈസ് 10. സോ പ്രൈമറിയിൽ എനിക്കിവിടെ 10 ആംപിയർ കിട്ടി. സോ നാച്ചുറലി ഇവിടെ വോൾട്ടേജ് 10 ടൈംസ് കുറയുന്നതുകൊണ്ട് സെക്കൻഡറിയിൽ എനിക്ക് 100 ആംപ്സ് കിട്ടി. സെക്കൻഡറിയിൽ 100 ആംപ്സ് കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഞാൻ ഇതിനെ റീകണക്ട് ചെയ്തപ്പോൾ ഞാൻ അഡിറ്റീവ് പൊളാരിറ്റി തൽക്കാലം യൂസ് ചെയ്യുന്നു. ഓക്കെ, അഡിറ്റീവ് പൊളാരിറ്റി യൂസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇവിടെ 2000 വോൾട്ടും ഇവിടെ 200 വോൾട്ടും വന്നു കഴിഞ്ഞാൽ മേളിൽ ഡോട്ടും ഇവിടെ ഡോട്ടും വന്നാൽ ശ്രദ്ധിക്കുക, we have 2200 volt on the output side. We have 2200 volt on the output side and on the input side we have 2000 volt. ഇതാണ് എൻ്റെ അഡിറ്റീവ് പൊളാരിറ്റി ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻ. ഈ ഒരു കേസിനകത്ത് ശ്രദ്ധിക്കുക, വൈൻഡിങ് കറണ്ട് ഷുഡ് ബി മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ 2000 വോൾട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? 10 ആംപിയർ into the dot. So ശ്രദ്ധിക്കുക, 10 ആംപിയർ into the dot. 10 ആംപിയർ into the dot. ഈ 200 വോൾട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ശ്രദ്ധിക്കുക, 100 ആംപിയർ ഔട്ട് ത്രൂ ദ ഡോട്ട്. സോ വി ഹാവ് 100 ആംപിയർ ഓൺ ദിസ് ഡയറക്ഷൻ. സോ ശ്രദ്ധിക്കുക, ഇനി ഇവിടെ ഒരു നോഡ് കൺസിഡർ ചെയ്താൽ മുകളിലേക്ക് 100 താഴേക്ക് ടേൺ. സോ വി ഹാവ് 110 ആംപിയർ. സോ കാര്യങ്ങൾ വളരെ ഈസിയായി. 110 ആംപിയർ അല്ലേ? ഇനി ഈ 100 ആംപിയർ പുറത്തെ ലോഡ് വഴി 10 ആംപിയർ വഴി തിരിച്ചു വരുന്നു. 110 ആംപിയർ ഈ നോഡിൽ എത്തുന്നു, സ്പ്ലിറ്റായി മുകളിലേക്കും താഴേക്കും പോകുന്നു. സോ ശ്രദ്ധിക്കുക, ഈ ഒരു പോയിന്റിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? 110 ഇൻറ്റു 200. ഇതാണ് നമ്മുടെ പുതിയ KVA റേറ്റിംഗ്. സോ ന്യൂ KVA റേറ്റിംഗ് എന്താണ്? അല്ലെങ്കിൽ ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് എന്നാണ്. ഞാനിത് റേറ്റഡ് കണ്ടീഷനിൽ വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഓരോ വൈൻഡിങ് 10 ആംപിയർ 100 ആംപിയർ ഒക്കെ വെച്ച് മാക്സിമം ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ്. സോ ന്യൂ KVA എന്താണ്? ഇനി ഏതെങ്കിലും ഒരു സൈഡ് നോക്കുക, ഇൻപുട്ട് സൈഡ് നോക്കുക. ഇൻപുട്ട് സൈഡ് ഈസ് 2000 ഇൻറ്റു 110. ഈസി അല്ലേ? സോ ഇറ്റ് ഈസ് 220 KVA. ഈസി അല്ലേ? ഔട്ട്പുട്ട് സൈഡ് നോക്കാം, 220 ഇൻറ്റു 100, അഗെയിൻ 220 KVA. സോ ആൻസർ ഷുഡ് ബി എന്താണ്? ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ബി. എന്താണ്? ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി വൈൻഡിങ് ഇസ് 210 and in the secondary winding is 140. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി വൈൻഡിങ് ആൻഡ് സെക്കൻഡറി വൈൻഡിങ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? സോ ഓട്ടോ ട്രാൻസ്ഫോമർ പ്രൈമറി എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമർ സെക്കൻഡറി എന്താണ്? ശ്രദ്ധിക്കുക, ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 210 സെക്കൻഡറിയിൽ 140. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ഓട്ടോ ട്രാൻസ്ഫോമർ, അല്ലെങ്കിൽ an ഓട്ടോ ട്രാൻസ്ഫോമർ കണക്റ്റഡ് സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ സ്റ്റെപ്പ് ഡൗൺ ഓപ്പറേഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, സോറി, ഞാൻ ഇങ്ങനെ ഒരു ഡോട്ട് കൺവെൻഷൻ വരച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ സോൾവ് ചെയ്യാം. പക്ഷേ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് വേണം ഓട്ടോ ട്രാൻസ്ഫോമർ എപ്പോഴും റീവയർ ചെയ്യാനും ഓട്ടോ ട്രാൻസ്ഫോമറിലെ ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്യുമ്പോഴും. ഓക്കെ, ഇവിടെ 210 ടേൺസ് അല്ലേ? ഇവിടെ 210 ടേൺസ് പ്രൈമറിയിലുണ്ട്. പ്രൈമറി ഈസ് ഹാവിങ് 210 ടേൺസ് ആൻഡ് ദ സെക്കൻഡറി ഈസ് ഹാവിങ് 140 ടേൺസ്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് ദ ഇൻപുട്ട് കറണ്ട് 60 ആംപിയർ. ഇൻപുട്ട് കറണ്ട് എന്താണ്? 60 ആംപിയർ ആണെന്ന് പറയുന്നുണ്ട്. സോ ഇൻപുട്ട് കറണ്ട് 60 ആംപിയർ ആണെങ്കിൽ
എന്തായിരിക്കും ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ? E1/E2 = N1/N2 എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമറിനെയും എഴുതാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ? V1/V2 ഇതെൻ്റെ V1ഉം ഇതെൻ്റെ V2ഉം എഴുതി = N1/N2 = I2/I1 അല്ലേ? സോ ദിസ് ഇസ് ഔട്ട്പുട്ട് കറണ്ട് ആൻഡ് ദിസ് ഇസ് എന്താണ് ഇൻപുട്ട് കറണ്ട്. ഈസി ആയിട്ട് നമുക്ക് എഴുതാമെന്നുള്ളതേ ഉള്ളൂ. സോ ശ്രദ്ധിക്കുക, V1/V2 = N1/N2. N1/N2 is 210 divided by 140. N1 എന്ന് പറയുന്ന പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, N2 എന്ന് പറയുന്ന സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് = I ഔട്ട്പുട്ട് എന്താണ്? I ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻപുട്ട് കറണ്ട് ഇസ് ഗിവൺ. സോ I ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ I ഇൻപുട്ട്. സോ ഇതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻപുട്ട് കറണ്ട് എന്താണ്? സോറി, ഔട്ട്പുട്ട് കറണ്ട് അല്ലേ? ഇൻപുട്ട് കറണ്ട് ഇസ് ഗിവൺ as 60 ആംപിയർ. സോ ഔട്ട്പുട്ട് കറണ്ട് എന്താണ്? ഇൻപുട്ട് കറണ്ട് ഇൻറ്റു 210 ഡിവൈഡഡ് ബൈ 140 എന്ന് പറയുമ്പം ദിസ് ഇസ് 2, ദിസ് ഇസ് 3 അല്ലേ? 70 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻപുട്ട് കറണ്ട് 60. സോ 60 × 3/2 എന്ന് പറയുന്ന എത്രയാണ്? 13 × 3 = 90 ആംപിയർ. സോ നമുക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കറണ്ട് 90 ആംപിയർ എന്ന് കിട്ടി. സോ ദിസ് ഇസ് 90 ആംപിയർ, ദിസ് ഈസ് 60 ആംപിയർ. എല്ലാം കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. ഇത് 60, ഇത് 90 അല്ലേ? സോ 30 ആംപിയർ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദ എബോ ഡയറക്ഷൻ. 30 ആംപിയർ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദ എബോ ഡയറക്ഷൻ. കറക്റ്റ് തന്നെയാണോ നോക്കാം. ഇവിടെ കറണ്ട് ഈസ് എൻ്ററിങ് ത്രൂ ദ ഡോട്ട്, കറണ്ട് ഈസ് ലീവിങ് ത്രൂ ദ ഡോട്ട്, ട്രാൻസ്ഫോമർ ആക്ഷൻ ഈസ് പ്രോപ്പർ. സോ എവറിത്തിങ് ഈസ് പ്രോപ്പർ. ഇനി അതിനകത്ത് വേറെ ഡൗട്ടൊന്നും വരുന്നില്ല. സോ നമ്മളിപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത? ദ ഇൻപുട്ട് കറണ്ട് 60 ആംപിയർ. കാൽക്കുലേറ്റ് ദി ഔട്ട്പുട്ട് കറണ്ട്. സോ ഔട്ട്പുട്ട് കറണ്ട് ഹിയർ ഈസ് 90 ആംപിയർ. കാൽക്കുലേറ്റ് ദ കറണ്ട്സ് ഇൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻ ദ കോമൺ വൈൻഡിങ് അല്ലേ? സോ കോമൺ വൈൻഡിങ്ങിൽ എത്രയാണ്? ഇറ്റ് ഈസ് 30 ആംപിയർ. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഒരു 3 phase ട്രാൻസ്ഫോമറിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. എ 3 phase ട്രാൻസ്ഫോമർ ഹാസ് ഇറ്റ്സ് പ്രൈമറി കണക്റ്റഡ് ഇൻ ഡെൽറ്റ. ശ്രദ്ധിക്കുക, പ്രൈമറി ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ ആൻഡ് സെക്കൻഡറി ഇൻ സ്റ്റാർ. ആയിക്കോട്ടെ. സെക്കൻഡറി ടു പ്രൈമറി ടേൺസ് റേഷ്യോ പെർ ഫേസ്. ശ്രദ്ധിക്കുക, സെക്കൻഡറി ടു പ്രൈമറി ടേൺസ് റേഷ്യോ പെർ ഫേസ് ഈസ് 6. സെക്കൻഡറി ടു പ്രൈമറി ടേൺസ് റേഷ്യോ പെർ ഫേസ് ഈസ് 6. സോ ഇവിടെ എന്താണ്? സെക്കൻഡറി ടു പ്രൈമറിയിൽ ഇവിടെ 6 ടേൺസ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ടേൺ മാത്രമേ അവൈലബിൾ ആയിരിക്കൂ അല്ലേ? പെർ ഫേസ് ആണ്. ഞാനൊരു ഫേസിൻ്റെ കഥ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഞാനൊരു ഫേസിൻ്റെ കഥ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, ഫോർ എ പ്രൈമറി വോൾട്ടേജ് ഓഫ് 220, ഞാനിനി പ്രൈമറി സൈഡിൽ ഒരു 220 വോൾട്ട് അപ്ലൈ ചെയ്തു. പ്രൈമറി സൈഡിൽ ഞാൻ എന്താണ് ഒരു 220 വോൾട്ട് അപ്ലൈ ചെയ്തു. സെക്കൻഡറി വോൾട്ടേജ് അല്ലേ? ഇത് വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡറിയിൽ സ്റ്റാർ ആണ്. സോ ഞാൻ ഇവിടെ 220 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 220 × 6 എന്ന് പറയുന്ന വോൾട്ടേജ് എനിക്ക് സെക്കൻഡറിയിലെ ഫേസിന് അക്രോസ് വരും. ഓക്കെ, സോ സെക്കൻഡറിയിലെ ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 220 × 6. ഞാൻ ബേസിക് ഫോർമുല ഒന്നും എഴുതുന്നില്ല. ഓക്കെ, സോ 220 × 6 ഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം. 1നെ 6 ആക്കി മാറ്റുന്നു അല്ലേ? ഈ വൈൻഡിങ് ഒരു ഫേസിന് അക്രോസ് വരുന്ന എന്ന് പറയുന്ന ടേമിനെ × 6 ആക്കി നെക്സ്റ്റ് ഫേസിൽ എനിക്ക് റിഫ്ലക്ട് ചെയ്ത് തരുന്നു അല്ലേ? അതായത് സെക്കൻഡറി സൈഡിൻ്റെ ഒരു ഫേസിന് അക്രോസ് എനിക്ക് 6 ടൈംസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് തരുന്നു. സോ 220 × 6 ആണ് സെക്കൻഡറിയിലെ ഫേസ്. ഇതാണ് എൻ്റെ സെക്കൻഡറി സൈഡ്, ഇതാണ് എൻ്റെ ഫേസ് വോൾട്ടേജ്. സോ അങ്ങനെയാണെങ്കിൽ ലൈൻ വോൾട്ടേജ് എന്തായിരിക്കും? ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 220 × 6 × √3. 220 × 6 × √3. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, സോറി 200 അല്ലേ? കറക്റ്റ് ആണ്. 200 × 6 × √3. ക്വസ്റ്റിനകത്ത് 200 എന്നാണ് പ്രൈമറി വോൾട്ടേജ് ഓഫ് 200. ഓക്കെ, സോ 200 × 6 × √3 വിൽ ഗിവ് യു എന്താണ്? ഡെഫിനറ്റ്ലി എന്താണ് 200 × 6 എന്ന് പറയുമ്പോൾ 1200 ആയി. × √3 എന്ന് പറയുമ്പം അതിനേക്കാളും മുകളിലത്തെ ഒരു വാല്യൂ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അതെ, 200 ആണ്. ക്വസ്റ്റിനകത്തും 200 തന്നെയാണ്. ഞാൻ 220 ആയി എഴുതി പോയെന്നേ ഉള്ളൂ. 200 തന്നെയാണ് കാൽക്കുലേഷനിൽ എടുക്കേണ്ടത്. വേറെ ഡൗട്ട് തോന്നരുത്. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ. കറക്റ്റ് ആണ്. സർ 200 അല്ലേ? അതെ, 200 ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഈസ്
2078. Our answer is 2078. Okay, next op-amp ഒരു question. Assuming that the operational amplifier shown in the figure is ideal, the current I through the 1K resistor. നിങ്ങൾക്ക് ഒപ്പാംസിനകത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, സോ കാരണം നിങ്ങൾക്കിപ്പം റീസെൻ്റ് ആയിട്ട് വന്ന ഒരു എക്സാമിനേഷനകത്ത് സിലബസ് കേരള PSC പബ്ലിഷ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഇലക്ട്രോണിക്സ് പോർഷൻ വരുന്നുണ്ട്. സോ ഇലക്ട്രോണിക്സ് പോർഷൻ നിങ്ങൾ നോക്കിയേ പറ്റത്തുള്ളൂ. അതിനകത്ത് മൈക്രോ കൺട്രോളർ ബേസ്ഡ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഒപ്പാംസ് വരുന്നുണ്ട്, ട്രാൻസിസ്റ്റേഴ്സും ചെറിയ മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഒരു സെക്ഷൻ വരുന്നുണ്ട് ഫോർ ഇലക്ട്രോണിക്സ്. ഇലക്ട്രിക്കലിൻ്റെ എക്സാമിനകത്ത് ഒരു മോഡ്യൂൾ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഇലക്ട്രോണിക്സും എന്താണ് ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഒരുപാട് ടഫർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നാലും ബേസിക് അറിഞ്ഞിരിക്കുക. ഓക്കെ, assuming that the operational amplifier shown in the figure is ideal, the current I through the 1 kilo ohm resistor എന്നാണ് question. What is the current I through the 1 kilo ohm resistor? ഓക്കെ, എന്തായിരിക്കും കറണ്ട് I? ശ്രദ്ധിക്കുക, ഒപ്പാമിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷനകത്ത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് എൻ ഒപ്പാം വെരി ഹൈ ആണ്, ഐഡിയലി ഇൻഫിനിറ്റി. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വെരി ലോ ആണ്, ഐഡിയലി 0. ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് ഇൻഫിനിറ്റി, ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ആക്ട് ലൈക്ക് എന്താണ് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് 0 ആണ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹാവിങ് ദ പവർ ടു സോഴ്സ് കറണ്ട് സോഴ്സ് ആയിട്ട് ഒപ്പാമിന് ആക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് CMRR ഇൻഫിനിറ്റി ആണ്. CMRR എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു റിജക്റ്റ് കോമൺ സിഗ്നൽ എന്നാണ്. അതുകൂടാതെ തന്നെ നമുക്ക് CMRR കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ലൂ റേറ്റ് ഓഫ് എൻ ഒപ്പാം അറിഞ്ഞിരിക്കുക. സ്ലൂ റേറ്റിനെ ബേസ് ചെയ്തിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് വരാം. ഇൻപുട്ട് ബയാസ് കറണ്ട്, ഔട്ട്പുട്ട് ബയാസ് കറണ്ട് എന്താണെന്ന് അറിയാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഐഡിയലി ഇൻപുട്ട് ബയാസ് കറണ്ട്, ഓഫ്സെറ്റ് കറണ്ട് എല്ലാം 0 ആണ്. പക്ഷെ പ്രാക്ടിക്കലി നമ്മളൊരു ഒപ്പാം എടുത്തു കഴിഞ്ഞാൽ ഒപ്പാമിനകത്തുള്ള ഹൺഡ്രഡ്സ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ടാവും അല്ലേ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് എന്താണ് ഇൻ്റഗ്രേഷൻ. സ്മോൾ സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആവാം, മീഡിയം സ്കെയിൽ ഇൻ്റഗ്രേഷൻ ആവാം, ലാർജ് സ്കെയിൽ ആവാം, VLIC ആവാം, എന്ത് ടൈപ്പോ ആയിക്കോട്ടെ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഒപ്പാമിനകത്ത് ഒരുപാട് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. സോ ഐഡിയൽ ആണെന്ന് നമ്മൾ കരുതുന്ന ട്രാൻസിസ്റ്റേഴ്സ് പോലും ബയാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു +5 -5 വോൾട്ടേജ് കൊടുത്താൽ പോലും സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് കാരണം ദർ മേ ബി സം വെരി മൈന്യൂട്ട് വോൾട്ടേജ് ഇൻ ദ റേഞ്ച് ഓഫ് നാനോ വോൾട്ട് അല്ലെങ്കിൽ മൈക്രോ വോൾട്ട് ദാറ്റ് മേ ബി റിഫ്ലക്റ്റഡ് ഹിയർ ആൻഡ് ദർ. സോ അതിനാണ് ഈ ഓഫ്സെറ്റും ബയാസും എന്നൊക്കെ പറയുന്നത്. സോ ആൻസർ വരുന്നുണ്ട് -1 ആണെന്ന്. നമുക്ക് നോക്കാം, -1 ആവാൻ ചാൻസ് ഇല്ല. ഓക്കെ, സോ അങ്ങനെ ബേസിക്കലി ഒപ്പാമിനെ ബേസ് ചെയ്ത് കുറേ കാര്യങ്ങൾ അറിയാം. അതോടൊപ്പം തന്നെ ഡിഫറൻസ് മോഡ് ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, കോമൺ മോഡ് ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സിൽ എങ്ങനെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം, ഈസി ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ 2 മില്ലി ആംപിയർ ആണ് നമ്മുടെ ഇൻപുട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ലേ, 2 മില്ലി ആംപിയർ. ഈ 2 മില്ലി ആംപിയർ ഇങ്ങോട്ടേക്ക് വന്നു, ഈ നോഡ് എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഈ നോഡ് എത്തിക്കഴിഞ്ഞാൽ 2 മില്ലി ആംപിയർ അകത്തേക്ക് ഫ്ലോ ചെയ്യത്തില്ല. ശ്രദ്ധിക്കുക, ദിസ് 2 മില്ലി ആംപിയർ വിൽ നോട്ട് ഫ്ലോ ഓൺ ദ ഔട്ട്സൈഡ്. ഇൻസ്റ്റഡ് എന്ത് സംഭവിക്കുന്നു, ഈ 2 മില്ലി ആംപിയർ മേളിലേക്ക് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ആക്ച്വലി കൂടുതലുള്ളത് അല്ലേ. ദിസ് 2 മില്ലി ആംപിയർ വിൽ ഫ്ലോ അപ്വേർഡ്സ്. സി 2 മില്ലി ആംപിയർ, ഓക്കെ, ഓപ്ഷൻ ബി, ഓപ്ഷൻ ഡി ഒക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഈ 2 മില്ലി ആംപിയർ ഇപ്പോൾ മേളിലേക്ക് ഫ്ലോ ചെയ്യും. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? എന്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഒപ്പാം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നുവെങ്കിൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്? ശരി, നോക്കാം. ശ്രദ്ധിക്കുക, ഈ 2 മില്ലി ആംപിയർ മേളിലേക്ക് ഫ്ലോ ചെയ്യുന്നു, ഇങ്ങനെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും അല്ലേ. എ വോൾട്ടേജ് ഡ്രോപ്പ് വിൽ ബി ക്രിയേറ്റഡ് ഇൻ ദിസ് മാനർ. സോ എന്താണ് സംഭവിച്ചത്? സോ ഇവിടെ ഒരു 4 വോൾട്ട് എനിക്ക് ക്രിയേറ്റ് ആവും. എന്താണ്, ഇവിടെ ഒരു 4 വോൾട്ട് എനിക്ക് ക്രിയേറ്റ് ആവും. സോ 2 മില്ലി ആംപിയർ കറണ്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് +-4 വോൾട്ട്. സോ ആക്ച്വലി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഇസ് ആക്ച്വലി -4 വോൾട്ട്. ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഇസ് ആക്ച്വലി -4 വോൾട്ട് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇവിടെ +4 അല്ല, ഹിയർ ഇറ്റ് ഇസ് -4. എന്തുകൊണ്ട് ഞാൻ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഇസ് -4 എന്ന് പറയുന്നു? ഈ പോയിന്റ്, ഈ ഒരു ടെർമിനൽ നിങ്ങൾ ശ്രദ്ധിക്കുക,
ഈ ഒരു ടെർമിനൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറ്റ് ദിസ് ടെർമിനൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, അറ്റ് ദിസ് ടെർമിനൽ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, ഗ്രൗണ്ട് എനിക്ക് ഇവിടെ എടുക്കാം, വെർച്വൽ ഗ്രൗണ്ട് തിയറി അപ്ലൈ ചെയ്യാം. ഇവിടെ സീറോ പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് മീൻസ് ഹിയർ ഐ എം ഹാവിംഗ് സീറോ പൊട്ടൻഷ്യൽ. ഇവിടെ എനിക്കൊരു കറണ്ട് സോഴ്സ് ആണ് ഉള്ളത് 2 മില്ലി ആംപിയർ. സോ 2 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോയിങ് ത്രൂ 2K വിൽ ഗിവ് യു ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. ഞാൻ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് ചോദിച്ചത് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ആണ്. സോ ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് ഇസ് ഡെഫിനറ്റ്ലി -4 വോൾട്ട്. ഇവിടെ -4 വോൾട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇവിടെ -4 വോൾട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കുക, മുകളിലേക്ക് ഡ്രോ ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും? -4/2 കിലോ ആംപിയർ ഈസ് ഈക്വൽ ടു 2 മില്ലി ആംപിയർ ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. 2 മില്ലി ആംപിയർ ഇങ്ങോട്ടേക്ക് വരുന്നു, 2 മില്ലി ആംപിയർ മുകളിലേക്ക് കയറി പോകുന്നു. ഹിയർ വി ഹാവ് എ നോഡ്, ഹിയർ വി ഹാവ് എ നോഡ്. നോഡിനകത്തേക്ക് I is going to be -4 മില്ലി ആംപിയർ. എന്താണ്? I is going to be ഓപ്ഷൻ എ -4 മില്ലി ആംപിയർ. സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് ഗോയിങ് ടു ബി -4 മില്ലി ആംപിയർ. ശ്രദ്ധിക്കുക, ഈ 2 മില്ലി ആംപിയർ ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലേ? ഈ 2 മില്ലി ആംപിയർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഹിയർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി -4 വോൾട്ട്. ഹിയർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി -4 വോൾട്ട്. അതെ, ഇവിടെ വെർച്വൽ ഗ്രൗണ്ട് ആണ്, ഇവിടെ സീറോ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും. സോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്? -4 വോൾട്ട്. വെർച്വൽ ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ 0 വോൾട്ട് തന്നെയായിരിക്കും. it is going to be -4 വോൾട്ട് at this point. ഈ -4 വോൾട്ട് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നാൽ this -4 divided by 2K will draw a current of 2 milli ampere into the 2K. സോ ഈ 2യും ഈ 2യും കൂടെ ഈ 1Kയിൽ കൂടെ എന്താണ്? കറണ്ട് ഔട്ട്പുട്ടിൽ എന്താണ്? സിങ്ക് ആവുകയാണ് ചെയ്യുന്നത്. ഒപ്പാമിലൂടെ സിങ്ക് ആവും. സോ ടോട്ടൽ കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ ഒപ്പാം ഈസ് 4 മില്ലി ആംപിയർ. സോ ദ കറണ്ട് ഈസ് ഗോയിങ് ടു ബി എന്താണ്? ആൻസർ എ -4 മില്ലി ആംപിയർ. ആൻസർ ഇസ് ഗോയിങ് ടു ബി -4 മില്ലി ആംപിയർ. ഓക്കെ, ഇവിടെ ഓപ്ഷനകത്ത് ഒരു +4 മില്ലി ആംപിയറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൺഫ്യൂസ്ഡ് ആക്കാമായിരുന്നു അല്ലേ? ഓക്കെ, ബേസിക്കലി വർക്കിംഗ് അറിയാം. ഇവിടെ ഞാനൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് വെച്ചിട്ട് ഞാനിനി ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എനിക്ക് ഈ 2K റെസിസ്റ്ററിനെ മാറ്റിയിട്ട് എനിക്ക് അവിടെ ഒരു ട്രാൻസിസ്റ്ററിനെ ഫിക്സ് ചെയ്യാം. ശ്രദ്ധിക്കുക, വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ 2Kനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാനൊരു ട്രാൻസിസ്റ്ററിനെ ഫിക്സ് ചെയ്തു എന്ന് വെക്കുക. സച്ച് ദാറ്റ് ഇതാണ് നമ്മുടെ വെർച്വൽ ഗ്രൗണ്ട് ആയിട്ടുള്ള പോയിന്റ്. ഞാനിനി ട്രാൻസിസ്റ്ററിനെ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ട്രാൻസിസ്റ്ററിനെ ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇതെൻ്റെ ബേസ് പോയിന്റ്. ഓക്കെ, ഞാൻ ബേസ് ഗ്രൗണ്ട് ചെയ്തു. ഈ റെസിസ്റ്ററിന് പകരം ഇങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചതിനെന്ന് ആലോചിക്കുക. ഇങ്ങനെ ഒരു ട്രാൻസിസ്റ്റർ ഞാനിവിടെ ഫിക്സ് ചെയ്താൽ ബേസും കളക്ടറും സെയിം പൊട്ടൻഷ്യലായി അല്ലേ? ദാറ്റ് മീൻസ് എന്താണ്? ബേസ് BC ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ബേസും കളക്ടറും ഷോർട്ടായി കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസിസ്റ്റർ വിൽ ബിഹേവ് ലൈക്ക് എ ഡയോഡ്. ട്രാൻസിസ്റ്റർ ഒരു സിമ്പിൾ ഡയോഡായിട്ട് എന്താണ്? റീപ്ലേസ് ആവും. സിമ്പിൾ ഡയോഡായിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് അറ്റ് ദ ഔട്ട്പുട്ട് സൈഡ് എന്തായിരിക്കും? ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി -0.7. കാരണം എന്തുകൊണ്ട്? Current will be flowing in this direction. Here we have a diode. So output voltage will be -0.7. ശ്രദ്ധിക്കുക, voltage drop across the diode is 0.7. Voltage drop across the diode is 0.7 volt. അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്? ഇറ്റ് ഈസ് -VD. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊക്കെയാണ് ആക്ച്വലി ലീനിയർ പവർ സപ്ലൈസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഹെഡിങ് ഒക്കെ ചിലപ്പം ഉണ്ടാവാം. ലീനിയർ പവർ സപ്ലൈസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി നമുക്ക് പഠിക്കാനായിട്ടൊന്നുമില്ല. അതായത് ഒപ്പാമിൻ്റെ കോൺഫിഗറേഷനകത്ത് ഒരു ട്രാൻസിസ്റ്ററും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എ ലീനിയർ പവർ സപ്ലൈ. ഓക്കെ, സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഇസ് -4. ഇതിനകത്ത് പ്രത്യേകിച്ച് ഡൗട്ടൊന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് കരുതുന്നു. ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് റിയലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ശരി, നമുക്കിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതുക്കെ കിടക്കാം. The collector circuit in a transistor amplifier is. Next question ശ്രദ്ധിക്കുക. The collector circuit in a transistor amplifier circuit is. So we have a transistor amplifier circuit. Collector circuit എന്തായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടോ ആക്കാം അല്ലേ? നമുക്ക് ആക്ച്വലി ഫോർവേഡ് ബയസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. റിവേഴ്സ് ബയസ് ആക്കി കഴിഞ്ഞാൽ വി ഹാവ് അനദർ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ. രണ്ട് കളക്ടർ ജംഗ്ഷനും എമിറ്റർ ജംഗ്ഷനും നമുക്ക് എന്താണ്? ഫോർവേഡ് ബയസ് ചെയ്യാം, റിവേഴ്സ് ബയസ് ചെയ്യാം. പക്ഷെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ, ഒരു ട്രാൻസിസ്റ്റർ
ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് കളക്ടർ ജംഗ്ഷൻ ഷുഡ് ബി റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ്. അതിപ്പം PNP ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ, NPN ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, PNPയോ NPNോ എന്ത് കോൺഫിഗറേഷനോ ആയിക്കോട്ടെ, കളക്ടർ സർക്യൂട്ട് ഷുഡ് ബി റിവേഴ്സ് ബയാസ്ഡ് അറ്റ് ഓൾ ദ ടൈംസ്. സോ നിങ്ങൾക്ക് ഇവിടെ PNP NPN വന്നു കഴിഞ്ഞാൽ ചില സ്റ്റുഡൻസിന് ഡൗട്ട് തോന്നും. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന ആൻസർ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ദൃശ്യ, ഹരി, വിഷ്ണു, ശ്രുതി. ഓക്കെ, ഓപ്ഷൻ സി എന്താണ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വെരി ഗുഡ്. അതുകൂടാതെ നമുക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ സാച്ചുറേഷൻ ടൈമിൽ രണ്ടും ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുകൂടാതെ തന്നെ സാച്ചുറേഷൻ ടൈമിൽ VCE എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി 0.2 ആണ് വരുന്നത്. സോ എന്തുകൊണ്ട് 0.2 വോൾട്ട് വന്നു? വൈ ദർ ഇസ് എ 0.2 വോൾട്ട് എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് നമ്മൾ. അതായത് ഇത് ബേസും ഇത് എമിറ്റർ, ദിസ് ഇസ് കളക്ടർ. സാച്ചുറേഷൻ ടൈമിനകത്ത് എന്താണ് VCE സാറ്റ് എന്ന് പറയുന്നത് 0.2 ആക്കി എടുക്കാറുണ്ട്. വൈ 0.2 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുണ്ട് വൺ ടൈം. ശ്രദ്ധിക്കുക, സാച്ചുറേഷൻ ടൈമിനകത്ത് ദിസ് ഇസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ദിസ് ഇസ് ഓൾസോ ഫോർവേഡ് ബയാസ്ഡ്. സോ അങ്ങനെയാണെങ്കിൽ കളക്ടർ എമിറ്റർ ഡെഡ് ഷോർട്ട് സർക്യൂട്ട് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാൽ കളക്ടർ ജംഗ്ഷനും എമിറ്റർ ജംഗ്ഷനും രണ്ടും ഡോപ്പ് ചെയ്തേക്കുന്ന രീതി വ്യത്യാസമുണ്ട്. രണ്ടും ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഡോപ്പിംഗ് കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് എന്താണ് ഓൺ സ്റ്റേറ്റിൽ സംഭവിക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. 0.7 ഒന്നിന് അക്രോസും 0.5 വേറൊരു ഡയോഡിന് അക്രോസുമാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. That is actually due to the difference in the doping concentration on either region. ആ ഒരു ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കാരണം സ്ലൈറ്റ് വേരിയേഷൻ എന്താ വോൾട്ടേജ് ഉണ്ടാവും. ആ സ്ലൈറ്റ് വേരിയേഷൻ വോൾട്ടേജിന്റെ ആൽജിബ്രൈക് സം ആണ് 0.2 വോൾട്ട്. ഓക്കെ, അതെ ദൃശ്യ സർ, VCE സാച്ചുറേഷൻ, VCE സാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 0.2 വോൾട്ട് എന്നാണ് പറയുന്നത്. ഐഡിയലി നമ്മൾ 0 എടുക്കാറുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി 0.2 വരുന്നത് എങ്ങനെയാണെന്ന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഓക്കെ, okay, next question. In an RC coupled amplifier, low frequency response is improved with low frequency response. സോ ഇതൊക്കെ ആക്ച്വലി നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് ശരിക്കും അറിഞ്ഞിടാത്തവർക്ക് കുറച്ച് ടൈം കൺസ്യൂം ആവും. RC coupled ആംപ്ലിഫയർ ആണല്ലേ. RC coupled ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് അറിഞ്ഞിരിക്കുക ആദ്യം തന്നെ. ഫ്രീക്വൻസി റെസ്പോൺസിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പറയാം. നമുക്ക് ദർ ഇസ് എ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് എന്താണ് നമ്മുടെ ട്രാൻസിസ്റ്റർ വിൽ ഫെയ്ത്ത്ഫുള്ളി ആംപ്ലിഫൈ. അതിന് താഴെ ഉള്ള ഫ്രീക്വൻസീസിന് ഡിസ്റ്റോർഷൻ കാണാൻ സാധിക്കും. ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൻ്റെ മുകളിലുള്ള ഫ്രീക്വൻസീസിനും നമുക്ക് സ്ലൈറ്റ് ഡിസ്റ്റോർഷൻ കാണാൻ സാധിക്കും. റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ വി ഹാവ് എ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വി ഹാവ് ആൻ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. സോ നമ്മൾ പറയും ബാൻഡ് വിഡ്ത്ത് ഈസ് FH - FL. ചെറിയൊരു താഴ്ച ഇവിടെ വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ ഒരു പോയിന്റിലാണ് നമ്മൾ FLയും FHയും എടുക്കുന്നത്. ആക്ച്വലി ഇതിനെ 3 dB എന്ന് പറയും. 3 dB പോയിന്റ്സ് എന്ന് പറയും. ഇത് ഈ രണ്ടുമാണ് 3 dB പോയിന്റ്സ്. ഈ 3 dB എന്ന് പറയാൻ കാരണം ആക്ച്വലി ഗെയിൻ ഡിവൈഡഡ് ബൈ √2 ആവുന്ന കേസാണ്. ഇതിൻ്റെ 20 log എടുക്കപ്പോൾ ഉള്ള അവസ്ഥയാണ് ഈ 3 dB എന്ന് പറയുന്നത്. അതായത് 20 log A ഡിവൈഡഡ് ബൈ √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി 20 log A മൈനസ് 20 log √2 ആണ്. ഈ -20 log √2 ആണ് ഞാനിവിടെ -3 dB ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇതിനെ 3 dB ഫ്രീക്വൻസീസ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഫ്രീക്വൻസി അറ്റ് വിച്ച് ഗെയിൻ റെഡ്യൂസസ് ടു 1/√2 എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ആംപ്ലിഫയറിനകത്ത് ലോവർ ഫ്രീക്വൻസി റേഞ്ചിൽ എന്തുകൊണ്ട് ഗെയിൻ ഡിസ്റ്റോർട്ട് ആവുന്നു? നമ്മുടെ ഈ ആംപ്ലിഫയറിനകത്ത് ഹയർ ഫ്രീക്വൻസി റേഞ്ചിൽ എന്തുകൊണ്ട് ഡിസ്റ്റോർട്ട് ആവും? ഇതിന് രണ്ടിനും ഉള്ള റീസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിമ്പിൾ ആംപ്ലിഫയർ സർക്യൂട്ട് ഞാൻ വരയ്ക്കാം. ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ, ബയാസിങ് എല്ലാം കൂടിയ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട്. ഓക്കെ, സോ ഇതിനകത്ത് ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു ഇനിഷ്യൽ ടേം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഔട്ട്പുട്ടും കപ്ലിംഗ് കപ്പാസിറ്റർ കഴിഞ്ഞിട്ടാവും എടുക്കുന്നത്. ഇവിടെ ഒരു VCC ഉണ്ടാവും. ഇത് വളരെ റഫായിട്ട് വരച്ച ഒരു ആംപ്ലിഫയർ സർക്യൂട്ടാണ്. ഞാനിവിടെ ഇൻപുട്ട് AC കൊടുത്തു,
ആ ഇൻപുട്ട് എ സിനെ ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്ത് തരണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ദ ബയാസിങ് വോൾട്ടേജ് അല്ലെങ്കിൽ ഡി സി വോൾട്ടേജ്, ഇത് ഡി സി ആണ്, such that DC voltage will make the transistor to work in the active region. ആക്റ്റീവ് റീജിയനിൽ ട്രാൻസിസ്റ്ററിനെ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ട്രാൻസിസ്റ്ററിനെ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യാം. ബേസിക്കലി കൺസെപ്റ്റ് ഇത്രേ വരുന്നുള്ളൂ. ഇനി ഞാൻ എൻ്റെ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യണം. ഈ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവാണെങ്കിൽ ശ്രദ്ധിക്കുക, ലോ ഫ്രീക്വൻസിയിൽ ഈ കപ്ലിംഗ് കപ്പാസിറ്റർ, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും വരുന്ന കപ്ലിംഗ് കപ്പാസിറ്റർ 1/ωc ആണല്ലോ നമ്മുടെ റിയാക്ടൻസ് ഓഫ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഹൈ ആയതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഇമ്പിഡൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ഇപ്പോൾ കുറച്ച് ഹൈയിലാണ് നിൽക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് വോൾട്ടേജിനെ ആംപ്ലിഫയറിനകത്ത് കയറുന്നതിന് മുന്നേ തന്നെ ചെറിയൊരു ഡിസ്റ്റോർഷൻ വരുത്തും കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇവിടെയാണ് നമ്മുടെ ബൈപ്പാസ് കപ്പാസിറ്റർ. സോ ഈ കപ്പാസിറ്റേഴ്സിൻ്റെയൊക്കെ ഒരു വാല്യൂ ഉണ്ടാവും. ലോ ഫ്രീക്വൻസിയിൽ ഹൈ ഇമ്പിഡൻസ് കാഴ്ചവെക്കും. അതുകൊണ്ട് ഇൻപുട്ട് വോൾട്ടേജ് മൊത്തത്തിൽ ഈ കപ്പാസിറ്റർ അക്രോസ് കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകും. ബാക്കി റിമൈനിങ് സിഗ്നൽസേ നമുക്ക് ഔട്ട്പുട്ടിൽ വരത്തുള്ളൂ. സോ ദാറ്റ് ഈസ് എ റീസൺ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ് ലോവർ ഫ്രീക്വൻസീസിൽ മെയിൻ ആയിട്ടുള്ള വില്ലൻ. ഹയർ ഫ്രീക്വൻസീസിലാണെങ്കിലോ ശ്രദ്ധിക്കുക, ഇതിനെപ്പറ്റി ഒരുപാട് നമുക്ക് ഇലക്ട്രിക്കൽ കാര്യം അറിയേണ്ട കാര്യമില്ല, പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക ട്രാൻസിസ്റ്ററിനെ. ഹയർ ഫ്രീക്വൻസീസിൽ ആക്ച്വലി കപ്ലിംഗ് കപ്പാസിറ്റർ ഷോർട്ട് ആണ് അല്ലേ. കപ്ലിംഗ് കപ്പാസിറ്റർ ഇമ്പിഡൻസ് ഓഫേർഡ് ബൈ ദ സി സി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഷോർട്ടഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ ഡിസ്റ്റോർഡ് ആവത്തില്ല. ഹയർ ഫ്രീക്വൻസിയിൽ എക്സ് സി കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഇൻപുട്ട് വോൾട്ടേജ് ട്രാൻസിസ്റ്ററിൻ്റെ ഈ പോയിന്റിലേക്ക് എത്തി. ഇനി ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. പക്ഷെ ശ്രദ്ധിക്കുക, ഹയർ ഫ്രീക്വൻസീസിൽ എന്ത് സംഭവിക്കുന്നു? ജംഗ്ഷനിൽ, ഇത് ജംഗ്ഷനാണ് അല്ലേ, ഇത് ബേസ്, കളക്ടർ, എമിറ്റർ. ഈ ജംഗ്ഷൻ അക്രോസ് ട്രാൻസിഷൻ കപ്പാസിറ്റൻസും ഡിസ്ട്രിബ്യൂഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന രണ്ട് കപ്പാസിറ്റർ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്? കളക്ടറിൽ ബേസും എമിറ്ററും എല്ലാം ചാർജ് ഹോൾഡേഴ്സ് ആണ് അല്ലേ, ചാർജ് വെക്കുന്ന റീജിയണലാണ്. സോ ചാർജ് ഗ്യാപ്പ്, ദർ ഇസ് എ ചാർജ് ആൻഡ് ദർ ഇസ് എ ചാർജ് ഡിഫറൻസ്. സോ ഈ ഒരു റീസൺ കൊണ്ട് ദർ ഇസ് എ സ്മോൾ കപ്പാസിറ്റീവ് എഫക്റ്റ്, ചെറിയൊരു കപ്പാസിറ്റീവ് എഫക്റ്റ് കാണാം. ശ്രദ്ധിക്കുക, ഹയർ ഫ്രീക്വൻസീസിൽ ഈ കപ്പാസിറ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. കാരണം 1/ω CT ആയിക്കോട്ടെ CD ആയിക്കോട്ടെ, ഞാൻ CT + CD എടുത്തു തൽക്കാലത്തേക്ക്. ഹയർ ഫ്രീക്വൻസീസിൽ ഈ XC കുറയും. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഈ കളക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിൻ്റെ ഒരു പോർഷൻ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് ബേസിലേക്ക് വരുന്നു. സോ ദർ ഇസ് ആക്ച്വലി എ ഫീഡ്ബാക്ക് പാത്ത് നൗ ജനറേറ്റഡ് ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസി. സോ ഇതിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ജംഗ്ഷൻ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ കപ്പാസിറ്റർ ആൻഡ് ഡിഫ്യൂഷൻ കപ്പാസിറ്റർ. ഈ രണ്ട് കപ്പാസിറ്ററിൻ്റെ പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ലോ ഫ്രീക്വൻസീസിൽ ഭയങ്കര ഹൈ ഇമ്പിഡൻസ് കാഴ്ചവെക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. ഹൈ ഫ്രീക്വൻസീസിൽ ദർ സ്റ്റാർട്ട് അറൈവിങ് എ ഫീഡ്ബാക്ക് പാത്ത് ഫ്രം എന്താണ്, കളക്ടർ ടു ബേസ്, അതേപോലെ തന്നെ എമിറ്റർ ടു ബേസ്. അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ പ്രോപ്പറായിട്ട് വർക്കിംഗ് കാഴ്ചവെക്കില്ല. സോ ഇതാണ് ഹയർ ഫ്രീക്വൻസീസിൽ ഗെയിൻ ഡിസ്റ്റോർട്ടായി പോകാനുള്ള കാര്യം. സോ ലോവർ ഫ്രീക്വൻസി സിഗ്നൽസ്, അതായത് നമുക്കിപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് വരുന്ന സിഗ്നൽസിനെയൊക്കെ പ്രോപ്പറായിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ FET ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. FET ആംപ്ലിഫയേഴ്സിൻ്റെ ഇൻപുട്ടിലേക്ക് കറണ്ട് ഫ്ലോ വരുന്നില്ല, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് കാരണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പോർഷൻ, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലെ പോർഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ആൻസർ പറഞ്ഞിട്ടില്ലാരും. സോ ഇൻ ആൻ RC കപ്പിൾഡ് ആംപ്ലിഫയർ ലോ ഫ്രീക്വൻസി റെസ്പോൺസ് ഇസ് ഇംപ്രൂവ്ഡ് വിത്ത്. എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? എനിക്ക് കപ്ലിംഗ് കപ്പാസിറ്റർ, ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഹൈ ആക്കിയാൽ മതി. കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ വെരി ഹൈ ആക്കി കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, XCൻ്റെ വാല്യൂ ഒരു പരിധി വരെ എനിക്ക് എന്താണ്, കുറച്ച് നിർത്താൻ സാധിക്കും. XCൻ്റെ വാല്യൂ ഒരു പരിധി വരെ എനിക്ക് എന്താണ്, കുറച്ച് നിർത്താൻ സാധിക്കും. സോ ദാറ്റ് ഈസ് ദ കേസ്. So we have higher coupling capacitors. Next question. In the circuit shown below, the voltage function is Vt is equal to 150 sin omega t. Okay, easy question. What is the power in the resistor R? വളരെ ഈസി, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വാട്ട് ഇസ് ദ ആവറേജ് പവർ ഇൻ ദ റെസിസ്റ്റർ R?
ആവറേജ് പവർ ഇൻ ദ റെസിസ്റ്റർ ആർ എന്തായിരിക്കും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് VRMS സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. So average power in the resistor R is nothing but VRMS square divided by R. Okay. So VRMS എന്താണ്? VT is 150 sin omega t അല്ലേ? VT is 150 sin omega t. Okay, VT is 150 sin omega t. So നമ്മുടെ maximum value is 150. So VRMS of the signal across the resistor എന്ന് പറയുന്നത് Vmax divided by root 2. 150 divided by root 2. ശ്രദ്ധിക്കുക, 150 divided by root 2 the whole square divided by R. Okay, question easy question ആണല്ലേ? This is an easy question. Reply വന്നിട്ടില്ല. Okay, in the circuit shown below the voltage function is given as 150 sin omega t. The average power in the resistance R will be എന്നാണ് question. ആവറേജ് പവർ എന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ RMS വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജ് പവർ ഇൻ ദ റെസിസ്റ്റർ, ഹീറ്റ് എല്ലാം റിലേറ്റഡ് ടു എന്താണ്? എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു RMS വാല്യൂ. നമ്മളൊരു പ്യുവർ സൈൻ വേവിന് RMS വാല്യൂ ഇല്ല എങ്കിൽ പോലും ഒരു പ്യുവർ സൈൻ വേവിന് ആവറേജ് വാല്യൂ 0 ആണെങ്കിൽ പോലും നമ്മൾ ഇതിനെ ഒരു റെസിസ്റ്ററിൽ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ വി ക്യാൻ സീ സം ഹീറ്റ് ദാറ്റ് ഈസ് ഡെവലപ്ഡ് അക്രോസ്. സോ ആ ഹീറ്റ് ആക്ച്വലി RMS വാല്യൂവിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആവറേജ് പവർ ഇസ് ആക്ച്വലി when average power is taken into consideration എപ്പോഴും RMS വാല്യൂ കൺസിഡർ ചെയ്യാം. So solve ചെയ്യുക, your answer is going to be 750 watts. Okay. At time t is equal to 0 plus with initial, okay, answer option 750 ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആണ്. At time t is equal to 0 plus with initial 0 condition, which one of the following act as an open circuit? Which one of the following act as an open circuit? Act as an open circuit എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് 0 ആക്കുന്ന കണ്ടീഷനാണ് ആക്ച്വലി ചോദിച്ചേക്കുന്നത്. ഓക്കെ, which one of the following act as an open circuit means current should be 0. ഏതായിരിക്കും? ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ. അറ്റ് ടൈം ടി is equal to 0 പ്ലസ് എന്ന് പറയുമ്പോൾ 0 മൈനസിൽ എന്താണ്? ഇനിഷ്യൽ കണ്ടീഷൻസ് എല്ലാം 0 ആണ്. വോൾട്ടേജ് 0, കറണ്ട് 0, എല്ലാം 0 ആണ്. ശ്രദ്ധിക്കുക, ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഷുഡ് ബി 0 ജസ്റ്റ് ആഫ്റ്റർ ദ ടൈം ടി is equal to 0 പ്ലസ്. 0 പ്ലസ് എന്ന് പറഞ്ഞാൽ വെരി മൈന്യൂട്ട് എന്താണ്? ടൈം ആഫ്റ്റർ ടൈം ടി is equal ജസ്റ്റ് ആഫ്റ്റർ ദ ഇൻസ്റ്റന്റ് സംതിങ് ഹാസ് അക്കേർഡ്. ആൻസർ എന്താണ്? ഇൻഡക്ടർ. ആൻസർ ഈസ് ഓൺലി ഓപ്ഷൻ 1. എന്തുകൊണ്ടാണ്? ഇൻഡക്ടർ എന്തുകൊണ്ടാണ്? ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇൻഡക്ടർ ഈസ് നോട്ട് ഗോയിങ് ടു അലൗ സഡൻ വേരിയേഷൻസ് ഇൻ ദ കറണ്ട്. അതോടൊപ്പം തന്നെ കപ്പാസിറ്റർ ഈസ് നോട്ട് ഗോയിങ് ടു അലൗ സഡൻ വേരിയേഷൻസ് ഇൻ ദ വോൾട്ടേജ്. റെസിസ്റ്ററിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. റെസിസ്റ്റർ എന്താണ്? അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. സോ നമ്മുടെ ആൻസർ എന്താണ്? അവർ ആൻസർ ഈസ് ഇൻഡക്ടർ. ക്വിക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ എ, കറക്റ്റ് ആണ്. Power consumed by a balanced star connected 3-phase load is measured using 2 wattmeter method. The phase voltage and the phase current in the load is 220 and 10 ampere. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ റീഡിംഗ് ഓഫ് ദ 2 wattmeter? എന്താണ് ക്വസ്റ്റ്യൻ? W1 മൈനസ് W2 എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട കാര്യം W1 പ്ലസ് W2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് √3 ഇൻറ്റു വി ലൈൻ RMS ഇൻറ്റു ഐ ലൈൻ RMS ഇൻറ്റു കോസ് ഫൈ. നമുക്ക് W1 മൈനസ് W2 ആണ് വേണ്ടത് അല്ലേ? W1 മൈനസ് W2 ഇസ് ഈക്വൽ ടു വി ലൈൻ RMS ഇൻറ്റു ഐ ലൈൻ RMS ഇൻറ്റു സൈൻ ഫൈ മതി. നമുക്ക് ഈ ഒരു ഡേറ്റ മാത്രം മതി നമ്മളുടെ ആൻസറിന് അല്ലേ? വി ലൈൻ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഉണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതായത് ഒരു 2 wattmeter മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ പവർ മെഷർ ചെയ്യുമ്പോൾ എങ്ങനെ ഈ 2 വാട്ട്മീറ്റർ കമ്പൈൻഡ് ആയിട്ട് 3 ഫേസിലെ പവർ തരുന്നു, അതിനെങ്ങനെ കണക്ട് ചെയ്യണം, എങ്ങനെ നമുക്ക് ഈ വാട്ട്മീറ്ററിനെ റീഅറേഞ്ച് ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും 3 ഫേസ് റിയാക്റ്റീവ് പവർ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. ഇങ്ങനത്തെ കുറച്ച്
ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അതൊരു വെക്ടർ ഡയഗ്രാമിൻ്റെ എക്സ്പ്ലനേഷൻ ബേസ്ഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. W1 മൈനസ് W2 VL RMS ആണ്. ശ്രദ്ധിക്കുക, ലൈൻ വോൾട്ടേജ് RMS, നമുക്ക് തന്നേക്കണ ഫേസ് വോൾട്ടേജ് RMS ആണ്. സോ ലൈൻ വോൾട്ടേജ് RMS എന്ന് പറയുമ്പോൾ √3 × 220 × 10 എടുക്കുക. ഓക്കെ, ഇൻറ്റു 0.8 സൈൻ കോസ് ഫൈ ആണ്. അപ്പോൾ സൈൻ ഫൈ എന്തായിരിക്കും? സൈൻ ഫൈ ഈസ് ഗോയിങ് ടു ബി √1 മൈനസ് കോസ് സ്ക്വയർ ഫൈ എന്ന് പറയുമ്പോൾ 0.6 വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗെറ്റ് ദ ആൻസർ. യുവർ ആൻസർ വിൽ ബി 2286.3. ഓക്കെ, ദൃശ്യ, നവ്യ, വിഷ്ണു, അരുൺ എല്ലാവരും ഓപ്ഷൻ എ ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. W1 മൈനസ് W2 എന്ന് പറയുന്നത് √3 ഇൻറ്റു, ഇതിപ്പോൾ ഫേസിൽ തന്നേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകത്തില്ല. ഇവിടെ V ലൈൻ RMS ആണ് എടുക്കേണ്ടത്. സപ്പോസ് ക്വസ്റ്റിനകത്ത് ലൈൻ വോൾട്ടേജ് തന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ വോൾട്ടേജ് ഡയറക്റ്റ് ആയിട്ട് എടുക്കണമായിരുന്നു. ഇവിടെ ഫേസിൽ തന്നേക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റാനുള്ളൊരു ചാൻസ് എന്താണ്? കുറവാണ്. ഓക്കെ, VI cos ഫൈ അല്ലേ? ഒരിക്കലും അല്ല. നമുക്ക് W1 മൈനസ് W2 എന്ന് പറയുന്നത് VI sin ഫൈ തന്നെയാണ്. ഓക്കെ, W1 മൈനസ് W2 is VI sin ഫൈ. ഇത് ബാലൻസ് സ്റ്റാർ കണക്റ്റഡ് ലോഡാണ്, സിംഗിൾ ഫേസ് അല്ല, 3 ഫേസ് ആണ്. ഓക്കെ, ശരി. സോ തൽക്കാലം നമുക്ക് ഇത്രയും മതി. നമുക്കിനി വരും ദിവസങ്ങളിൽ കൂടുതൽ, അതായത് നമുക്കിനി ഒരുപാട് സെഷൻസ് കവർ ചെയ്യാനുണ്ട്. പവർ സിസ്റ്റംസ് ആയിക്കോട്ടെ, ഹീറ്റിംഗ്, വെൽഡിംഗ്, ഇലൂമിനേഷൻ, ട്രാക്ഷൻ, ഇതിനെ എല്ലാത്തിൽ നിന്നും ബേസ് ചെയ്ത് നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷനകത്ത് സ്ഥിരം ചോദിക്കുന്നത്. സോ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പഠിക്കാണ്ട് എന്താണ് റിക്വയർമെൻ്റ് എന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് എക്സാക്ട് റിക്വയർമെൻറ്റ്? ഫോർ എക്സാമ്പിൾ ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. പക്ഷെ ഒരു എക്സാമിനേഷൻ നോക്കുമ്പോൾ ട്രാക്ഷൻ്റെ വെയിറ്റേജ് ആദ്യം മനസ്സിലാക്കുക, ട്രാക്ഷനിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലെവല്, ഇതെല്ലാം അനലൈസ് ചെയ്ത് കൊണ്ട് ട്രാക്ഷൻ, ബിൽഡിംഗ്, ഹീറ്റിംഗ്, ഇലൂമിനേഷൻ, അങ്ങനത്തെ ഒരുപാട് പോർഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ എസ്റ്റിമേറ്റ് കോസ്റ്റിംഗ്, എസ്റ്റിമേറ്റ് ഡിസൈൻ ആൻഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിന്ന് അതിനെ എന്താണ് അറ്റൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിക്ക് പഠിക്കുക. നേരെ മറിച്ച് കോർ മെഷീൻസ്, കോർ പവർ സിസ്റ്റം, കോർ ഇലക്ട്രിക് സർക്യൂട്ട്സ്, മെഷർമെൻറ്റ്സ്, ഈ 4 സബ്ജക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് എക്സാമിനേഷനകത്ത് ചോദിക്കും. അതോടൊപ്പം തന്നെ അനലോഗ് ഡിജിറ്റലിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതെ, W1 മൈനസ് W2 റിയാക്റ്റീവ് പവറാണ്, കറക്റ്റാണ്. സോ ദാറ്റ് ഇസ് ഓൾ. എല്ലാവരും എക്സാമിനേഷന് വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് പഠിക്കുക, വളരെ സ്റ്റഡി ആയിട്ട് പഠിക്കുക. ഡെയിലി നിങ്ങൾക്ക് ടൈം ഇല്ല എങ്കിൽ പോലും ഡെയിലി കുറച്ച് മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും മിനിമം ഇപ്പോഴേ വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ ഷുവറായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാം. നമ്മൾ വളരെ ബേസ് ക്വസ്റ്റ്യൻ മുതൽ വളരെ ഹൈ ലെവൽ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സബ് എഞ്ചിനീയറിന് ചോദിക്കാൻ പറ്റുന്ന ട്രിക്കി ലെവൽ ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനേഷനകത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു പ്രാക്ടീസ്. ഫോർ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സിൻ്റെ ഒരു ജനറേറ്ററിൻ്റെ ട്രെയിലിംഗ് ടിപ്പിൽ ഒരു കോൺസെൻട്രേഷൻ ഓഫ് ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ ആർക്കും ഉണ്ടാവും. സോ എത്ര വോൾട്ടേജ് വരെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാമെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആക്ച്വലി 30 to 40 വോൾട്ട് കഴിഞ്ഞാൽ മൈക്ക ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആവും. അതോടൊപ്പം തന്നെ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഫിനോമിന കാണാൻ സാധിക്കും. അങ്ങനെ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. അതേപോലെ തന്നെ കേബിൾസ്, ഒരുപാട് ടൈപ്പ് ഓഫ് കേബിൾ ഉണ്ട്. HT കേബിൾ, LT കേബിൾ, ഓരോ കേബിളിൻ്റെ റേറ്റിംഗ്സ് ഉൾപ്പെടെ. നിങ്ങളിപ്പോൾ ഒരു ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ആണെങ്കിൽ വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ചോദിക്കത്തില്ല. പക്ഷേ സബ് എഞ്ചിനീയർ എക്സാമിനേഷനകത്ത് നിങ്ങൾ യു ആർ സപ്പോസ് ടു ഡു എ ഫീൽഡ് വർക്ക് ആയിരിക്കും. സോ നിങ്ങൾ മൈന്യൂട്ട് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. റിഗാർഡിംഗ് ദ ഡിഫറെൻറ്റ് റേറ്റിംഗ്സ് ഓഫ് ദ കണ്ടക്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. കേബിൾ എന്ത് എഫക്റ്റാണ് കൂടുതൽ വരുന്നത്, സ്പേസിങ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് എത്രയായിരിക്കണം, സ്പേസിങ് ബിറ്റ്വീൻ ദ കേബിൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ഡിഗ് ചെയ്ത് പ്ലേസ് ചെയ്യുമ്പോൾ ആ കേബിൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, ഓരോ വോൾട്ടേജ് ലെവലിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നിങ്ങനെ പോയിന്റ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകും. പക്ഷേ എക്സാമിനേഷൻ ടൈമിന് മൈന്യൂട്ട് ഡീറ്റെയിൽസ് റീകളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, സോ മാക്സിമം പഠിക്കുക. നമുക്ക് വരും സെഷനിൽ വീണ്ടും കാണാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.